നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരു മുൻകരുതലെടുക്കാൻ. മുൻകരുതലെടുക്കാൻ ഇതൊരു ഡിസാസ്റ്റർ ഒന്നും അല്ല ശരത്തെ. അനിവാര്യമായ ഒരു വെളിപ്പെടുത്തലാണ്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലാണ് ശരത്തിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണോ സാറേ? ആദ്യം കാര്യം അറിയട്ടെ. ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. ഗുഡ്, അത് മതി. യു ക്യാൻ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ രാത്രിയില് വീടിനടുത്ത് വെച്ച് ആരോ ആക്രമിച്ചായിരുന്നു. സുധേട്ടന്റെ ഹൃദയം സ്വീകരിച്ച ആളായിരിക്കോ? എന്നെ ആരോ രാത്രി എവിടേക്കോ വിളിച്ചോണ്ട് പോകുന്നു. തിരികെ വരുമ്പോ കയ്യിൽ ചോരപ്പാട് കാണുന്നു. സുധി, സുധി, സുധിയുടെ ആത്മശാന്തിക്കും ദേവിയുടെ മനസ്സമാധാനത്തിനും വേണ്ടി എന്നാൽ കഴിയുന്ന എന്ത് ഞാൻ ചെയ്തിരിക്കും. ഇന്നെന്താ നേരത്തെ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി? ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത്. പിന്നെ ഒരാളെ കാണാനുണ്ട്. അത് കഴിഞ്ഞേ ഹോസ്പിറ്റലിലേക്കുള്ളൂ. ആരെയാ ഇത്ര രാവിലെ മുഖം കാണിക്കാൻ പോകുന്നേ? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ, ഒരു രഹസ്യം വെളിപ്പെടുത്താനുണ്ടെന്ന്. അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. കേരളം പിടിച്ചു കുലുക്കാൻ പറ്റിയ രഹസ്യം വല്ലതും ആണോ? കേരളം കുലുങ്ങിയില്ലെങ്കിലും ചില ആളുകൾക്ക് ഒരു കുലുക്കം ഉണ്ടാവും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആരാ നിങ്ങളുടെ ടാർഗറ്റ്? അത് വഴിയെ മനസ്സിലാവും. എന്താ ഇവിടെ രാവിലെ തുടങ്ങിയല്ലോ രണ്ടാളും? ഇവിടെ ഈ നടക്കുന്നൊക്കെ ഡാഡിയും കൂടി അറിഞ്ഞോണ്ടാണോ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു സർ. ആ രഹസ്യം വെളിപ്പെടുത്തണമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുനർചിന്തനം നിൽക്കരുത്. ഗോ അഹെഡ് വിത്ത് യുവർ ഡിസിഷൻ. യെസ് സർ. ഡാഡി, കാര്യം എന്താണെന്ന് ഞാനും അറിയണ്ടേ? തൽക്കാലം വേണ്ട. ആ രഹസ്യം നിരഞ്ജന്റെ നാവിൽ നിന്നും ആദ്യം അറിയാനുള്ള അവകാശവും അർഹതയുമുള്ള ഒരാളുണ്ട്. അത് കഴിഞ്ഞ് നീ അറിഞ്ഞാൽ മതി. ദേവിക്ക് എന്തെങ്കിലും ഒരു സൂചന കൊടുക്കണ്ടേ നിരഞ്ജൻ? അത് വേണോ? എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാൽ ശരി, പോയിട്ട് വാ. ബാക്കിയൊക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഇരിക്കുമോളെ. അമ്മ ഇരിക്കമ്മേ. എന്റെ പാർവതി, ആ പിള്ളേരെ കൂടി ഒന്ന് വിളിക്ക്. അതോ ഇവിടെ രണ്ടു പന്തി വിളമ്പ് തുടങ്ങിയോ? സ്വന്തം പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള സ്ഥാനമേ ഓരോരുത്തർക്ക് കിട്ടൂ. പിന്നെ അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ
പോയി വിളിച്ചോണ്ട് വന്ന് അടുത്തിരുത്തി ഊട്ട് അമ്മയുടെ ശരത്ത് ബോനെ. ആ ഞാൻ വിളിക്കൂടാ. എന്തായാലും അവനൊരു ആൺകൊച്ചല്ലേ, ആരുമില്ലാത്തവൻ. നീ ഈ കാണിക്കുന്ന കന്നന്തിരിയൊക്കെ കൊള്ളുന്നതേ അവന്റെ ചങ്കിലായിരിക്കും. ഓ ചങ്ക്. എന്റെ അമ്മേ, അവന് ചങ്കും കാരണം മത്തങ്ങായൊന്നുമില്ല. കരിങ്കല്ല, കരിങ്കല്ല്. അല്ലെങ്കിൽ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തത്തില്ലല്ലോ. അത് ശരിയാച്ച. നിന്ന നിൽപ്പിലല്ലേ സ്വർണം ചെമ്പായതും ഒറിജിനൽ നോട്ട് കള്ളനോട്ടായതും. നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? ദേവിക അഭിപ്രായം പറയും. അതിനെ ആരും ചോദിക്കുകയും പറയൊന്നും വേണ്ട, കേട്ടല്ലോ. അല്ല മനോഹരേട്ടാ, ആ സ്വർണത്തിന്റെ കാര്യത്തില് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പാർവതി, അവനെ തിരിച്ചു തരുമെന്ന് നീ കരുതുന്നുണ്ടോ? അന്നേരത്തെ പിടിച്ചു നിൽപ്പിന് വേണ്ടി പറയുന്ന ഓരോ ന്യായങ്ങളല്ലേ അമ്മേ അത്. അതവൻ തരാൻ പോവാ. ചോദിച്ച വീണ്ടും കുറേ സെന്റിമെന്റ്സും കള്ളത്തരങ്ങളങ്ങ് പറയും. ദേ, നീ അങ്ങനെ അവനെ കൊച്ചാക്കൊന്നും വേണ്ട. എനിക്ക് വിശ്വാസം ശരത്ത് മോനെ. ബെസ്റ്റ്. ആ അങ്ങനെയാണെങ്കിലേ അമ്മ വിശ്വസിച്ചു. എന്നിട്ടേ ഈ കഴുത്തേലേം കാതേലേം കൂടെ അങ്ങ് ഊരിക്കൊടുക്കും അമ്മയുടെ ശരത്ത് ബോന്. ശരത്ത് മോന്റെ ബിസിനസിന് വേണ്ടി. അല്ലെങ്കിൽ ആ വില്ലയുടെ പണിയൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ. വേണ്ടി വന്നാ ഞാൻ കൊടുക്കൂടാ. അതിനെ നിന്റെ അച്ചിരയും ചീട്ടൊന്നും വേണ്ട. ഓ നിരഞ്ജൻ ഡോക്ടർ അമ്മയെ വിളിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോ ദൈവം തമ്പുരാൻ വന്നാ പോലും എഴുന്നേക്കരുതെന്നാ. ഇവിടുത്തെ ദേവതയ്ക്ക് പിന്നെ അതൊന്നും ബാധകമല്ലല്ലോ. എന്റെ അമ്മേ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും ഡോക്ടർ വിളിച്ചത്. അപ്പൊ ഈ പഴഞ്ചൊല്ലും പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? വേണ്ടടാ, എഴുന്നേറ്റ് നിന്നേ സല്യൂട്ട് അടിക്കും. പിന്നെ ഞാൻ പോലീസുകാരനല്ലേ, എണീറ്റ് ഒന്ന് സല്യൂട്ട് അടിക്കാൻ. ഇതായിരുന്നു കഴിച്ചോടെ. ഞാനിപ്പോ വരാം ഡോക്ടർ. ആ ശരി. നിരഞ്ജൻ ഡോക്ടറിന് എന്നോട് എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. ഞാനിന്ന് പോയിട്ട് വരാം. എന്തിനായിരിക്കും മോളെ? അറിയില്ല അച്ഛാ. എന്തായാലും ഞാനിന്ന് പോയിട്ട് വരാം. മോള് ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഓ അത് സാരല്ല അച്ഛാ. ഓ ഇനിയിപ്പൊ എന്തിനാ ഭക്ഷണം? പെട്ടെന്ന് ചെല്ല്, കാത്തു നിന്ന് മുഷിഞ്ഞു കാണും. ഇതിനി ആറ് തലയെടുക്കാനുള്ള ഗൂഢാലോചനയാവോ? ഗൂഢാലോചന ആണെങ്കിലും അല്ലെങ്കിലും തല വീഴേണ്ടവരുടെയൊക്കെ തല വീഴും ശരത്തെ. ഇതിനൊന്നും മറുപടി പറയാൻ നിക്കതെ മോള് വേഗം പോകാൻ നോക്ക്. ആ വേഗം പറഞ്ഞു വിട്. എന്താ അമ്മയ്ക്കും പോണോ? അയ്യോ ഞാനില്ലേ. നിന്റെ മരുമോള് പോകുന്നിടത്തൊക്കെ പോകാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ലേ. നിങ്ങൾ ഈ കൂത്തും കണ്ടോണ്ട് നിൽക്കാതെ വന്ന് ഭക്ഷണം കഴിക്കും പിള്ളേരെ. വശത്തേട്ട അല്ല സാർ, ഇത് എവിടെയാ? ഞാൻ ദേവികയോട് ആ രഹസ്യം അങ്ങ് പറയാൻ പോവാ സ്വാമി. അത് വേണോ? വേണം സ്വാമി. എന്നെ പോലൊരാൾക്ക് രഹസ്യങ്ങളുടെ ഭാരം ഒരുപാട് കാലം താങ്ങാൻ പറ്റില്ല. എന്നാലും ജയശങ്കർ സാർ വിളിക്കുന്നു. സ്വാമി വെച്ചോ. ആ സാർ. ആ കണ്ടോ ദേവിയെ? ഇല്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ജീവിതത്തിൽ ഒരു ഭാര്യയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് നിരഞ്ജൻ പറയാൻ പോകുന്നത്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ദേവികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കറിയാം സാർ, ദേവിക നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. കാര്യങ്ങൾ പക്വതയോടെ മനസ്സിലാക്കും. സ്വന്തം ഭർത്താവിന്റെ ജീവത്യാഗം കൊണ്ടും സ്വന്തം ജീവിതം ത്യജിച്ചുകൊണ്ടും ദേവിക ജീവനും ജീവിതവും നൽകുന്നത്
മറ്റൊരു ചെറുപ്പക്കാരനും. അതിലെ നന്മ ദേവിക്ക് മനസ്സിലാവും.